ഹായ് പഞ്ചാര മിഠായി. വീരൻ സിംഹവും മുള്ളൻ പന്നിയും. ചെമ്പകക്കാട്ടിലെ രാജാവാണ് വീരൻ സിംഹം. വീരൻ വളരെ കർക്കശക്കാരനും ഗൗരവക്കാരനുമാണ്. വീരനെ കണ്ടാൽ തന്നെ പേടി തോന്നും. അതുകൊണ്ട് തന്നെ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം വീരനെ പേടിയായിരുന്നു. വീരന്റെ അലർച്ച കേട്ടാൽ കാട് പേടിച്ച് നിശബ്ദമാകും. അങ്ങനെയിരിക്കെ വീരന് ചില അവശതകളൊക്കെ തോന്നിത്തുടങ്ങി. വയസ്സായി തുടങ്ങിയിരിക്കുന്നു. പഴയതുപോലെ ഇര പിടിക്കാനായി ഓടാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വിശപ്പടങ്ങുന്നുമില്ല. വേട്ടയാടാതെ എങ്ങനെ ഭക്ഷണം കഴിക്കും? വീരൻ ആലോചിച്ച് അതിനൊരു ഉപായം കണ്ടുപിടിച്ചു. പിറ്റേന്ന് തന്നെ വീരൻ കാട്ടുസഭ വിളിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ കാട്ടുസഭയിലെ അംഗങ്ങളെല്ലാം രാജാവിന് മുന്നിൽ ഹാജരായി. രാജാവ് പറഞ്ഞു തുടങ്ങി. കാട്ടിലെ രാജാവ് എന്ന നിലയ്ക്ക് പ്രജകളുടെ ക്ഷേമം പോലെ തന്നെ പ്രധാനമാണ് രാജാവിന്റെയും. രാജാവിന്റെ ഉത്തരവുകൾ പാലിക്കേണ്ടത് പ്രജകളുടെ കടമയാണ്. നാളെ മുതൽ ഓരോ മൃഗമായി വന്ന് എന്റെ ഭക്ഷണത്തിന് ഇരയാവേണ്ടതാണ്. ഇത് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞ് രാജാവ് സഭ പിരിച്ചുവിട്ടു. മൃഗങ്ങളെല്ലാവരും കൂടി കാട്ടിൽ പോയി ആലോചന തുടങ്ങി. ഇതെന്തൊരു സങ്കടമാണ്. നമ്മുടെ രാജാവ് എന്താണ് ഇങ്ങനെ? ഓർത്തിട്ട് തന്നെ പേടിയാകുന്നു. നമ്മൾ ഓരോരുത്തരായി പോയേ പറ്റൂ. ഇല്ലെങ്കിൽ രാജാവ് നമ്മളെ എല്ലാവരെയും ആക്രമിക്കും. കരടി മൂപ്പൻ പറഞ്ഞു. എല്ലാവരും അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അടുത്ത ദിവസം സിംഹം സന്തോഷത്തോടെ ഗുഹയിൽ തന്റെ ആദ്യത്തെ ഇരയെയും കാത്തിരുന്നു. ആദ്യത്തെ ഊഴം മാനിൻ്റെതായിരുന്നു. മാനിനെയും ശാപ്പിട്ട് സിംഹം നന്നായി ഉറങ്ങി. പിറ്റേന്ന് വീരൻ സിംഹത്തിന് ഇരയാവേണ്ടിയിരുന്നത് മുള്ളൻ പന്നിയാണ്. മുള്ളൻ പന്നി സിംഹത്തിനു മുന്നിൽ വന്നു നിന്നു. മുള്ളൻ പന്നിയെ കണ്ട സിംഹം പറഞ്ഞു, ഈ ഇത്തിരിയില്ലാത്ത നീയാണോ ഇന്നെന്റെ ഭക്ഷണം? സാരമില്ല, ഉള്ളതാവട്ടെ. ശേഷം സിംഹം മുള്ളൻ പന്നിയെ കയ്യിലെടുത്ത് വായ തുറന്നതും മുള്ളൻ പന്നി തന്റെ മുള്ളുകൾ സിംഹത്തിന്റെ വായിലേക്ക് തുരുതുരാ എറിഞ്ഞു. അങ്ങനെ വീരൻ സിംഹം വേദന കൊണ്ട് പുളഞ്ഞ് ഒടുവിൽ ചത്തുപോയി. മുള്ളൻ പന്നിയാവട്ടെ തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ ഗുഹയിൽ നിന്നും പുറത്തു കടന്നു.